ഇങ്ങനെയുള്ളതൊന്നും നിങ്ങളുടെ പ്രവർത്തകരെ കൊണ്ട് പ്ലീസ് ചെയ്യിപ്പിക്കരുത്. ശരിയാണ്, ഇത്തവണ BJPയുടെ പ്രവർത്തകർ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ അതിനുള്ള മറുപടി നിങ്ങൾ പ്രവർത്തിച്ചാണ് കാണിക്കേണ്ടത്. ഇങ്ങനെയല്ല നിങ്ങൾ ചെയ്യേണ്ടതെന്നാണ് എൻ്റെ ഒരു താഴ്മയായ അഭ്യർത്ഥന. ഞാനിപ്പോൾ നിൽക്കുന്നത് നിരണം പഞ്ചായത്തിലാണ്. നിരണം വടക്ക് ഭാഗത്താണ് നിൽക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് BJPയുടെ പ്രവർത്തകർ വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് BJPയുടെ പോസ്റ്ററുകൾ ഇവിടെ മതിലുകളിൽ ഒട്ടിച്ചു. ചിലർ BJPയെ ഈ തെരഞ്ഞെടുപ്പിൽ BJPയുടെ പ്രവർത്തകരുടെ അധ്വാനവും BJPയുടെ പ്രവർത്തകരുടെ ഇത്തവണത്തെ ആവേശമൊക്കെ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു ചെയ്തു. ഇത് സത്യം പറഞ്ഞാൽ എന്നിലൊരു രോഷം ഉണ്ടാക്കേണ്ടതാണ്. പക്ഷേ എനിക്ക് ആ ചെയ്തവരോട് പറയാനുള്ളത് വിഷമമാണ് തോന്നുന്നത് സത്യം പറഞ്ഞാൽ. കാരണം ഞങ്ങളിങ്ങനെ അധ്വാനിക്കുന്നു, ഈ നാടിനൊരു മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തുന്നു, ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും നല്ലത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. അതിന് നിങ്ങൾ പിന്തുണ തരണ്ട, ഓക്കെ ശരി, മനസ്സിലാവും. പക്ഷേ അറ്റ്ലീസ്റ്റ് ഞങ്ങളുടെ പ്രവർത്തകർ അധ്വാനിച്ച് ഇങ്ങനെ ഒരു പോസ്റ്റർ ഒട്ടിച്ച് ഞങ്ങൾ കഷ്ടപ്പെടുമ്പോൾ അതിനെ ഒരു ജനാധിപത്യ മര്യാദ അല്ലാത്ത രീതിയിൽ ഇങ്ങനെ വലിച്ചു കീറുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ രാഷ്ട്രീയം എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ മനുഷ്യത്വം എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ചോദ്യമാണ്. നിങ്ങളൊരു അല്പം മനുഷ്യത്വം ബാക്കിയില്ലേ? എന്തിനാണ് ഇങ്ങനെ ഞങ്ങളോട് ഇങ്ങനെ ചെയ്യുന്നത്? ഞങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ദ്രോഹം ചെയ്തോ? ഇല്ലല്ലോ. രാഷ്ട്രീയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. അതിനെ വളരെ പോസിറ്റീവ് രീതിയിൽ വേണ്ടേ, ഒരു കൺസ്ട്രക്റ്റീവ് പൊളിറ്റിക്സിൽ കൂടെ, എന്താ പറയുക, ക്രിയാത്മകമായ രാഷ്ട്രീയത്തിൽ കൂടി വേണ്ടേ നേരിടാൻ. അതിന് പകരം പോസ്റ്റർ വലിച്ചു കീറുക, ഫ്ലെക്സുകൾ തല്ലിപ്പൊട്ടിക്കുക, ഈ രാഷ്ട്രീയം കേരളത്തിൽ നിന്ന് പോകണ്ടേ? ഇതാണ് ഇപ്പോഴും തിരുവല്ലയിലെ ഒരു രാഷ്ട്രീയത്തിൻ്റെ അവസ്ഥ. ഈ ഒരു തെരഞ്ഞെടുപ്പിനെ നിങ്ങളൊരു വ്യക്തിപരമായ ഇതാക്കി എന്താണ് മാറ്റുന്നത്? ഇതിനെ ഒരു രാഷ്ട്രീയപരമായി കണ്ട് ഈ നാടിന് ഗുണം കിട്ടുന്ന രീതിയിൽ ഒരു നല്ല മത്സരമാക്കി മാറ്റിക്കൂടെ? അതിന് പകരം ഇങ്ങനെ വ്യക്തിഹത്യ ചെയ്യുക, ഇങ്ങനെയുള്ള ചെയ്തികൾ ചെയ്യുക, ഇതൊക്കെ നമ്മുടെ നാടിനും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും, എനിക്കെതിരെ മത്സരിക്കുന്ന 2 സ്ഥാനാർത്ഥികളുടെയും പ്രസ്ഥാനങ്ങൾക്ക് ശോഭ നൽകുന്നതല്ല. അതുകൊണ്ട് അവരോട് എൻ്റെ 2 പ്രിയപ്പെട്ട സ്ഥാനാർത്ഥികളോടുള്ള അഭ്യർത്ഥന, ഇങ്ങനെയുള്ളതൊന്നും നിങ്ങളുടെ പ്രവർത്തകരെ കൊണ്ട് പ്ലീസ് ചെയ്യിപ്പിക്കരുത്. ശരിയാണ്, ഇത്തവണ BJPയുടെ പ്രവർത്തകർ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ അതിനുള്ള മറുപടി നിങ്ങൾ പ്രവർത്തിച്ചാണ് കാണിക്കേണ്ടത്. ഇങ്ങനെയല്ല നിങ്ങൾ ചെയ്യേണ്ടതെന്നാണ് എൻ്റെ ഒരു താഴ്മയായ അഭ്യർത്ഥന. ഒരിക്കൽ കൂടി പറയുകയാണ്, താഴ്മയായ അഭ്യർത്ഥന.